നക്ഷത്രം പറ ഉണ്ണിയുടെ എവിടുന്ന വരണേ? എന്റെ ദേശത്തെ ഭഗവതിക്ക് വല്ലതും കൊടുക്കണ്ട, ദേശത്തെ കാളിക്ക് വല്ലതും കൊടുക്കണ്ട. കൊടുക്കാനുണ്ടോന്നോ ചോദ്യം? കൊടുക്കാനുണ്ടോന്നോ ചോദ്യം? എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മറുപടി പറയാൻ. കൊടുക്കുന്നതും കൊടുക്കാനുണ്ടെന്നും രണ്ട് വ്യത്യാസമുണ്ട്. ചോദ്യമൊക്കെ ഒന്ന് ശരി, അവസാനത്തെ രണ്ടക്കത്തിനെ മാറ്റുള്ളൂ. കൊടുക്കാനുണ്ടോ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നത് കൊടുക്കാൻ. എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ കാര്യം പറയേണ്ട കാര്യം, ഇങ്ങോട്ട് കിട്ടേണ്ട കണക്ക് പറയേണ്ട കാര്യമുണ്ട്. മനസ്സിലായി? നീ എന്തെങ്കിലും അതായത് ആ പെൺസന്താനം, അതായത് തടംപേറ്റി നിൽക്കുന്ന കാളി, അങ്ങനെയാ പറയാം. അതായത് ആനപ്പുറത്ത് തടംപേറ്റി നിൽക്കുന്ന കാളി ദേശത്ത് അങ്ങേർക്ക് തടംപേറ്റി ഉത്സവ ദിനത്തില് എന്തോ പ്രാർത്ഥന വെച്ചിട്ട് അത് കൊടുക്കാനുള്ള കൊടുക്കാൻ പറയാം. നക്ഷത്രം എന്താ ഉണ്ണിയുടെ? ഇപ്പൊ സമയം നല്ലതാണല്ലോ. അപ്പൊ അവരുടെ രണ്ടുപേരുടെ പേര് ഒക്കെ പുറത്തല്ലേ? മണലാരണ്യത്തിലല്ലേ? രണ്ടുപേരും മണലാരണ്യത്തിലല്ലേ? തിരുവാതിരല്ലേ? ആ ഉണ്ണിയുടെ നക്ഷത്രം കഴിയട്ടെ, രണ്ട് മാസക്കാലം കഴിയട്ടെ, എന്നിട്ട് മാറ്റം. അല്ലെങ്കിൽ പിന്നെ കഷ്ടത്തിലിരിക്കുന്നത് പോകും. മനസ്സിലായില്ല? നിന്റെ ഭാഷയിലേക്ക് തന്നെ വരവ്. കഷ്ടത്തിലിരിക്കുന്നത് പോകും. അവിടെ ചെന്ന് ഇല്ലത്തിന് ഇറങ്ങി ആ ഇല്ലത്ത് ചെന്ന് കയറാനും പറ്റില്ല, ഇല്ലത്തിന് ഇറങ്ങും ചെയ്തു. മനസ്സിലായില്ല? ഞാൻ എന്റെ ഇല്ലത്ത് ഇറങ്ങി ആ ഇല്ലത്ത് ചെന്നപ്പോ പടി അടച്ചു. അപ്പൊ അങ്ങോട്ട് കയറാനും പറ്റില്ല, തിരിച്ചിങ്ങോട്ട് വരാനും പറ്റില്ല. മനസ്സിലായ? അപ്പൊ 2 മാസക്കാലം കഴിഞ്ഞിട്ട് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആ ഉണ്ണികളുടെ പേരിൽ രണ്ടുപേരുടെ പേരിൽ ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാം. ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാടാ. അവരെ രണ്ടുപേരെ ആ കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പേര് എഴുതി കൊടുക്കുക. മനസ്സിലാവണ്ട? അവരുടെ നാമോദയ നക്ഷത്രം എഴുതി കൊടുക്കുക. വഴി ഞാൻ ഉണ്ടാക്കി തരാം. മതിയാ? ദിനം ഓരോ വെള്ളിന് കിട്ടി വെച്ചേക്കാം. മനസ്സിലായില്ല? ആ ഉണ്ണി കണ്ട എന്താ കുഴപ്പം? അല്ല, ഈ ഉണ്ണിയുടെ കൂടെ വന്നാണ് നീങ്ങുന്നു. അതൊക്കെ നീ മടക്കി വെച്ചു. അല്ല, നീ നിനക്ക് നിന്റെ ഭവനം മരുമകളുടെ ഭവനം. ഞാൻ ചോദിച്ചത് ഉത്തരത്തിലേക്ക് വന്നില്ല. നിന്റെ ഭവനവും മരുമകളുടെ ഭവനമൊന്നും അല്ലേ? അത് നിനക്ക് അവകാശമുള്ളതല്ലേ? അതിനുശേഷം ആ പെൺസന്താനത്തിന് അവകാശം വന്നുള്ളൂ അല്ലേ? ശരിയല്ലേ? അപ്പൊ നിനക്ക് ആ പെൺസന്താനത്തിനെ പേടിക്കേണ്ട കാര്യം എന്താ? എന്തൊന്ന് എന്തെന്നാണെന്ന ചോദ്യം. പരദൂഷണം 2 തരമുണ്ട്. ഇത് ചാത്തന്റെ തന്നെയാ. ഞാൻ ചാത്തൻ തന്നെയാ. പിന്നെന്ത്? അപ്പൊ എന്നെ പേടിയുണ്ടാണ്, എന്നെ കൂട് കൂട്ടും വേണം. അപ്പൊ ഇങ്ങനെ ശരിയാവാ? അപ്പൊ പിന്നെന്താ? നീ പറഞ്ഞ ഭാഷ അതല്ലേ? അല്ല, നീ പറഞ്ഞ ഭാഷ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ പറഞ്ഞേ? നിന്റെ മരുമകള് ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും ആഭിചാരം ചെയ്യണമെന്നല്ല പറഞ്ഞേ. ഇത് ചാത്തന്റെ തന്നെയാ. അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം, എന്നെ കൂട്ടാനും പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവാ? അങ്ങനെ തന്നെയാണ്. നീ പറഞ്ഞ ഭാഷ അത് തന്നെയാണ് അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? എനിക്ക് മരുമകളുടെ കണക്കും മകന്റെ കണക്കൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ എന്നോട് പറഞ്ഞ വാക്ക ഞാൻ തിരിച്ചു പറഞ്ഞു. ഇവിടെ നാനാജാതി മതക്കാർ വരുന്നുണ്ട്. മനസ്സിലായി? 3 ആണ്ടക്കോളായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നിട്ട് ഇത്രയും കോലാഹലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ല? എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരും. അതുപോലെ തന്നെ എന്നോട് പാലിക്കണം. മനസ്സിലാവണ്ട? എനിക്ക് നിന്റെ ഭവനത്തിലെ എല്ലാവരുടെ കണക്കും ചിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം എനിക്കില്ല.
അച്ഛനെ പേടിക്കണം, അച്ഛന്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? നിനക്ക് നിന്റെ ഭവനത്തിൽ നീ തന്നെ നായകൻ അല്ലേ? കൊണ്ടുവന്നതിന് നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ടാ അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ കാര്യമൊക്കെ ശരിയാ. ആ ഉണ്ണിയുടെ നക്ഷത്രം പറ. അപ്പൊ സമയമൊന്നും മാറട്ടെ ഉണ്ണി. ഒരു 90 നാളം കഴിഞ്ഞ് സമയമൊന്നും മാറിക്കോട്ടെ, ഞാൻ തിരിച്ചു തരാം. അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളിയിട്ട് വെച്ചു. മനസ്സിലായ? ഞാൻ ഇങ്ങനെയൊക്കെ പറയും, ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ണിയാ. എന്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വക ഒരു വചനമില്ല. ഈ വചനം എന്റെ കോമരക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാ. മനസ്സിലാണ്? കാര്യം മുഖത്ത് നോക്കി, ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും. എന്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാനാ. പരിഭവം ഉണ്ടായിട്ട് എനിക്ക് കാര്യമില്ല. അല്ല, എനിക്ക് പരിഭവം ഉണ്ടാവേണ്ട കാര്യമില്ല. നീ പറഞ്ഞതിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല. നീ നിനക്ക് നിന്നെ പേടിക്കണം, പിന്നെ നിന്റെ കൊണ്ടുവന്ന മരുമകളെയും പേടിക്കണം. നിന്റെ കാര്യം നടത്തി തരണം. എന്റെ ഭണ്ണാരം നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല. അതെന്ത് ന്യായ? അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ല അങ്ങനെ പറഞ്ഞ. ഉണ്ണി പറഞ്ഞപ്പോഴല്ലേ വെക്കാന്ന് പറഞ്ഞ. ഇത് എന്റെ ചിത്രം പതിച്ചതാ, എന്റെ 4-ാം ഇടത്തിന്റെ പേരെഴുതിയതാ. മനസ്സിലാവണ്ട? ഏറിയ മതക്കാർ വരുന്നുണ്ട്. മനസ്സിലായി? എവിടെ? അങ്ങോട്ട് നോക്ക്. ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ, അങ്ങോട്ട് നോക്കിക്കോ. ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിയതാ. മനസ്സിലായ? ഈ കാണാവുന്നത് കെട്ടിപ്പതുക്കൊക്കെ. അപ്പൊ കാര്യം നടത്താൻ ഞാൻ എടുക്കണ. അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കണം. ഇല്ലേ ഉണ്ണിയെ? എനിക്കൊരു ശീലമുണ്ട്. നീ കണ്ട മുതലല്ലോ ഞാൻ